പ്ലാൻ ചെയ്തത് വേറെ സ്ഥലത്ത്, എത്തിപ്പെട്ടത് വേറെ സ്ഥലത്ത്. യെസ് ഗൈസ്, ഇന്നൊരു മൂഞ്ചിപ്പോയ ഔട്ടിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോണത് അന്ന് കണ്ട എക്സിബിഷൻ കാണാനാണ്. പിന്നെ നമ്മുടെ തമിഴ് കേൾക്കണോ? കേട്ടോളൂ. സുമ്മാ കറങ്കറക്ക് തമിഴ് അറിയിച്ചുകൊണ്ടായിരുന്നാ പോരെ, വെറുതെ നടക്കാൻ പോവാ പോരണ. കേട്ടില്ലേ, എൻ്റെ അമ്മ തമിഴ് സംസാരിച്ച കൊള്ളാവും, അതുകൊണ്ട് മലയാളത്തിലാണ് സംസാരിക്കുക. ഇവിടെയുള്ള ആൾക്കാർക്ക് എൻ്റെ അമ്മ മലയാളം പഠിപ്പിച്ചു കൊടുത്ത്. പക്ഷെ എൻ്റെ അമ്മ 10-15 കൊല്ലമായിട്ട് തമിഴ് ഒരു വാക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയല്ല കേട്ടോ, സ്വന്തം ഭാഷ വിട്ട് വേറെ കളിയില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി, ഓട്ടോയിൽ യാത്രയായി. ഈ സ്ഥലം ഇല്ലേ, നമ്മുടെ മത്തൻ കമ്മത്ത് അതേപോലെ നിറയെ സിനിമയിലുണ്ട് കേട്ടോ. ടർബോയിലുണ്ടോന്നു തോന്നുന്നു എന്ന് പറയാൻ കാരണം സിനിമ കാണഞ്ഞിട്ടല്ല, ഞാൻ ആ സിനിമ കാണുമ്പോൾ സിനിമയിൽ ലയിച്ചിരുന്ന് കാണാറുന്നു. അതുകൊണ്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കാരണം ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിണ്ടായിരുന്നു, മൂക്കനെ കാണുകയും ചെയ്തു. അത് പോട്ടെ, നമ്മളിങ്ങനെ വന്ന എന്തിനാ എക്സിബിഷൻ കാണാം. പക്ഷെ എക്സിബിഷൻ ഇവിടെ ഇല്ല, എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്തായി നിരാശ. ഈ സാധനം പൂന്നിക്ക് അന്നും അറിയായിരുന്നു, ഇന്നും അറിയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങടല്ലേ വരുന്നുണ്ട്, പിന്നെന്താ അല്ലെ ഇത് പൂന്നേക്ക് അറിയായിരുന്നു. മീനല്ലോ ഇനി വരും, ഇനി പൊങ്കലിൻ്റെ ഇനി വരും, പൊങ്കലിൻ്റെ വരും. വേറെ വരുമല്ലോ. ഈ സൈഡിൽ നിന്ന് ഇടയ്ക്ക് വെച്ചേക്കുന്നത് എന്താ അറിയോ? കാളം, വേല്, മസാലപൂരി, പാനിപൂരി, ആ സാധനം, ഈ സാധനം, മറ്റേ സാധനം. ഇതൊക്കെ തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡാണ്. ഇപ്പം നമ്മുടെ നാട്ടിലായി തുടങ്ങിയില്ലേ. കുറേ മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉണ്ട്, നമ്മളിവിടുന്ന് വാങ്ങാറില്ല. അങ്ങനെ പാർക്കിൽ കയറാനുള്ള എൻട്രി ഫീസും വാങ്ങിച്ച് നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചെക്കനെ പിടിച്ചാൽ കിട്ടില്ല, അവ ഓടും. പിന്നെ അവന് സ്വർഗം കിട്ടിയ പോലെ. ഈ കുരുപ്പിൻ്റെ ഒച്ച ഉണ്ടല്ലോ, എൻ്റെ കാതിന്ന് പൊന്നീച്ചങ്ങോട്ട് പാറിങ്ങടെ പോയി. ഈ കുരുപ്പിനെ പോലുള്ള ഏതേഷ്ടം കുരുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൈസയിലൊന്നാണല്ലോ. ആരെയാ പറഞ്ഞെന്ന് മനസ്സിലായില്ല വെച്ചെങ്കിലേ, എൻ്റെ അനിയനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ നോക്കാൻ 4-5 കണ്ണ് വേണം. പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുപ്പത്തിൽ ഞാൻ ഇതിനേക്കാൾ മോശമായിരുന്നു. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ചെറുപ്പത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിലത്തെ കുട്ടീനുണ്ടല്ലോ വലിച്ചു വാരി എറിയാൻ തോന്നി. എൻ്റെ ഭഗവാനെ, ഈ സാധനത്തിനെയാണ് എൻ്റെ അമ്മ സഹിച്ച് നയിപ്പോയിക്ക്. എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ മേമ്മമാരും അച്ഛനും എല്ലാം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പോലെയുള്ള സാധനമില്ലേ, ഈ സാധനത്തിലേക്ക് ചെറുപ്പത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴൊക്കെ ഇതുപോലത്തെ അഡ്വഞ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ വിടില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോഴാണ് ഡ്രസ് കോഡ് ഇട്ട് കുറേ പിള്ളേർ വന്നിട്ടോ. അതിൽ നോക്കുമ്പോൾ ബാക്കിലുണ്ട് കേരളം എന്ന് എഴുതി വെച്ചേക്കണം. എനിക്ക് ആകെ ഷോക്കായി പോയി. ഈ പാർക്കിൻ്റെ അപ്പുറത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, പക്ഷെ അത് ഓൾ സ്റ്റേറ്റഡ് ഇൻക്ലൂഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്തോ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ സംതിങ്. പിന്നെ ഇവന് കുരങ്ങൻ്റെ സ്വഭാവമാണ്. കണ്ട സാധനങ്ങളുടെ മേലൊക്കെ പൊത്തി പിടിച്ച് കയറലാണ് അവൻ്റെ പണി. വീട്ടിലും ഇങ്ങനെയാണ്. പിന്നെ ഞാനവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് പോവാം, പക്ഷേ ഞാൻ പോയില്ല. വന്നപ്പോഴെല്ലാം മനസ്സിലായത്, ഇന്ത്യയുടെ അങ്ങേ തറ്റം തൊട്ട് ഇങ്ങേ തറ്റുള്ള സ്റ്റേറ്റ് വരെ ഉണ്ട്. മാർച്ച് 1 തുടങ്ങി. ഫസ്റ്റ് തമിഴ്നാടിൻ്റെ എൻട്രി ആയിരുന്നു. തമിഴ്നാട് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് വന്നു, പിന്നെ ഛത്തീസ്ഗഡ് വന്നു, പിന്നെ മ്യാൻമർ, ഹരിയാന, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, തെലുങ്കാന, അങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇവരൊക്കെ മാർച്ച് 1 ചെയ്ത് പോയിട്ടോ. ലാസ്റ്റാണ് നമ്മുടെ കേരളം വന്നത് ലാസ്റ്റാണെങ്കിലും ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു. എനിവേ, അതൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ ഏതൊരു നാട്ടുകാരനും ആളുടെ സ്വന്തം നാടിൻ്റെ പേര് വേറൊരു നാട്ടിൽ കാണുമ്പോൾ അതൊരു പ്രൗഡ് മൂമെൻ്റ് അല്ലേ. അങ്ങനെ അത് കണ്ടുവന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അരക്കൊല്ല പരീക്ഷേ, എന്നിട്ട് കൂളായിട്ട് നടക്കണ കണ്ടാ ഞാൻ. ഇതങ്ങനെയാണ്. എന്നിട്ടപ്പോൾ എല്ലാം കൂടി ടേക്ക് ഇറ്റ് ഈസി അല്ല. പിന്നെ നിങ്ങളിത് കാര്യമാക്കണ്ട കേട്ടോ. തലേ ദിവസം ഞാനിങ്ങനെ പാല വീയുമ്പോൾ വിളക്കും, പിറ്റേ ദിവസം ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അച്ഛൻ്റെ ഈ പോക്ക് കണ്ടിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു കമ്മൽ വാങ്ങാനാണെന്ന്. കാരണം ഡയറക്ഷൻ ടുവേർഡ്സ് ആയിരുന്നേ. ബട്ട് എൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോയി ഗൈസ്. മൂഞ്ചിപ്പോയി. കമ്മൽ വാങ്ങാൻ വെച്ചിട്ടാണ് പോയത്, പക്ഷേ റൂട്ട് മാറ്റി. അപ്പം ഇനി എന്താ നടക്കുക? വഴിയില്ല. യുദ്ധവിമാനം യുദ്ധത്തിൻ്റെ ഇടയിൽ കൊടുന്നിട്ടതാ. അപ്പോൾ ഇതാണ് യുദ്ധവിമാനം. യുദ്ധത്തിന് ഉപയോഗിച്ചതാട്ടാ പണ്ട് കാലത്ത്. കാണാത്തോണ്ടെങ്കിൽ കണ്ടോട്ടാ. എന്നാൽ ഈ സാധനം ഇവിടെ എങ്ങനെ കൊടുന്നിട്ടു എന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്നാൽ കുറച്ചിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളവിടെ പോയി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്നാലും ഇതെങ്ങനെ സാധിച്ചു? റെസ്റ്റിംഗ് ടൈം. അനാഥരായി ഇരിക്കുന്ന ഞങ്ങൾ ഇരിക്കണ ഇരിപ്പ് കണ്ട ഞങ്ങൾ ഒരായിട്ടൊരു ബന്ധുല്ലാത്ത പോലെ ഇരിക്കണത്. ഒന്ന് ശ്രദ്ധിക്കണ പോലുമില്ല. എന്താ ചെയ്യുക?
ഞാൻ ആ ശോകാവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാൻ രസകരമായിട്ടുള്ള കാഴ്ച ഉണ്ട്. സെൽഫി എടുക്കണം പൊസിഷനാണ് ഇത്. എന്ത് പൊസിഷനാവോ എന്തോ. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഇതാണ് ഒറിജിനൽ പീരങ്കി. അങ്ങനെ മൊത്തം വെടിവെപ്പാർന്നു. പിന്നെ ഒരു ബലൂൺ പൊട്ടിച്ചോട്ടാ. കുട്ടിക്ക് ഭാവിയുണ്ട്. പിന്നെ ഞങ്ങൾ കാൽനടയായി യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. സത്യം പറയുക, ഈ നടന്നു പോകുന്ന പറഞ്ഞത് എളുപ്പമല്ല. പിന്നെ ഇത് ഞങ്ങളുടെ കോയമ്പത്തൂരിലെ ഒരു ലൈബ്രറിയാണ്. ഇനിയും കുറേ ലൈബ്രറി ഉണ്ട്. ആളില്ലാത്ത റൂട്ട് കൂടെ ഇങ്ങനെ ഫോണും പിടിച്ച് പോകുന്ന ഞാൻ വണ്ടി കത്തുന്നു ഗേൾസ്, വണ്ടി കത്തുന്നു സാധനം. ആ വണ്ടി എത്തുന്ന സാധനമില്ലേ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാർബിക്യൂ അതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ഇവ അവിടെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അവർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോന്നു. പോരുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ബേക്കറിയാണ്. ഐസ്ക്രീം നോക്കാൻ വേണ്ടി പോയ സച്ചുവാണ്. അവസാനം അത് കേക്കിലേക്ക് എത്തി. ഞങ്ങൾ അവിടെ നിന്ന് കേക്കും വാങ്ങിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബൈ.